ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഈ ദൈവവചന കേൾവിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ജീവൻ്റെ വഴി പ്രോഗ്രാമിൽ കൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുകയാണ്. കർത്താവ് ഈ വചന കേൾവി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് രൂപാന്തരത്തിന് കാരണമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ്. ഈ പകലിലെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കുന്നു. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ച്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. പീലാത്തോസിൻ്റെ ഭാര്യ കർത്താവിനെ വിധിക്കുവാൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ ആളയച്ച് തൻ്റെ ഭർത്താവിനോട്, ന്യായാസനത്തിലിരിക്കുന്ന രാജാവിനോട് അല്ലെങ്കിൽ പീലാത്തോസിനോട് പറയുന്ന ഒരു വാക്യമാണ് നാം വായിച്ചത്. ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. എത്രയോ ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്, ഒരാലോചനയാണ് ന്യായാസനത്തിലിരിക്കുന്ന തൻ്റെ ഭർത്താവിനോട് അറിയിക്കുന്നത്. തിരുവെഴുത്തുകളിൽ അനേക സ്ത്രീകളെക്കുറിച്ച്, അവരുടെ ജീവിത ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ, അവരുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് അവരുടെ വാക്കുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവരായിരിക്കുന്ന കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവർ ചെലുത്തുന്ന സ്വാധീനങ്ങൾ, അവർ ചെയ്ത പ്രവൃത്തികൾ, അവരുടെ വാക്കുകളൊക്കെ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പല പ്രിയപ്പെട്ടവരുടെയും പേരുകൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും പലരുടെയും പേരുകൾ രേഖപ്പെടുത്താതെ തിരുവെഴുത്ത് മൗനം ഭജിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് ന്യായാസനത്തിലിരിക്കുന്ന തൻ്റെ ഭർത്താവിനോട്, പീലാത്തോസിനോട് ഇതിനു മുമ്പും അതിനുശേഷവും ഇങ്ങനൊരു പ്രസ്താവന നടത്തി കാണുകയില്ല. ന്യായാസനത്തിൽ കൈകടത്തുകയോ അതിന് എന്തെങ്കിലും പ്രത്യേകമായ ഉപദേശങ്ങൾ നൽകുകയല്ല. തൻ്റെ സ്വപ്നത്തിൽ താൻ നേരിട്ട സ്വപ്നനിമിത്തം തനിക്കുണ്ടായ അസ്വസ്ഥതകൾ താൻ ഇങ്ങനെയുള്ളൊരു വാക്ക് പ്രസ്താവിപ്പാൻ കാരണമായി എന്ന് നമുക്ക് ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹേരോദാവിനോട് സ്ഥാപികനാഥ യോഹന്നാൻ ഫിലിപ്പോസിൻ്റെ ഭാര്യ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന്
അവൻ്റെ മുഖത്ത് നോക്കി പ്രസ്താവിച്ച യോഹന്നാനെ എങ്ങനെയാണ് ഹെരോദ് അവൻ്റെ ഭാര്യ നേരിട്ടതെന്നൊക്കെ തിരുവെടുത്ത് രേഖപ്പെടുത്തുമ്പോൾ കാണാൻ കഴിയും. ഒരിക്കൽ ജന്മദിനത്തിൽ ആ ജന്മദിന ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുമ്പോൾ ഹെരോദ്യയുടെ മകൾ വിരുന്നുകാരുടെ മുമ്പിൽ നൃത്തം ആടുകയും അതിൽ സംപ്രീതനായ രാജാവ് എന്തു ചോദിച്ചു കൊടുക്കുക, ചോദിക്കുന്നതൊക്കെ നിനക്ക് നൽകാം എന്ന് വിരുന്നുകാരെയും തൻ്റെ അധികാരത്തേക്ക് മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിനെ മറയാക്കിക്കൊണ്ട് അതിനെ തെറ്റായ രീതിയിൽ ആ സമ്മാനം മേടിക്കുവാൻ സ്വന്തം മകളെ ഉപയോഗിക്കുന്നൊരു മാതാവിനെ നമുക്ക് കാണാൻ കഴിയും. അവർ ചോദിച്ച പ്രതിഫലം ഇത്രയേ ഉള്ളൂ: ഒരു താലത്തിൽ കുറ്റം ചൂണ്ടിക്കാണിച്ച ചെയ്ത പ്രവൃത്തി ശരിയല്ല, വിഹിതമല്ല എന്ന് പ്രസ്താവിച്ച പ്രവാചകൻ്റെ തല ഒരു താളത്തിൽ ചോദിക്കുകയാണ്. ആ യോഹന്നാനെക്കുറിച്ച് തിരുവെടുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു. അതുകൊണ്ട് ഹെരോദാവ് പോലും ഈ വസ്തുത കേട്ട് ഭയപ്പെട്ടു പോയി എന്നാണ് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്. നീതിയും വിശുദ്ധിയുമുള്ള യോഹന്നാൻ്റെ തല ചോദിക്കുവാൻ ഹെരോദയ്ക്ക് ഒരു മടിയുമില്ല. എന്നാൽ പീലാത്തോസിൻ്റെ ഭാര്യ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യായവിസ്താരത്തിൽ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവപുത്രനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വപ്നത്തിൽ തനിക്ക് നേരിട്ട ആ പ്രതിസന്ധികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് താനൊരു രാജാവിനൊരു എടുത്ത് അല്ലെങ്കിൽ രാജാവിനെ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഹെരോദയ ചെയ്തതുപോലെയുള്ളൊരു തീരുമാനമല്ല താൻ തൻ്റെ ഭർത്താവിന് രാജാവിന് കൊടുക്കുന്ന നിർദ്ദേശം ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു സ്വപ്നം ലഭിച്ച ഒരു സ്ത്രീക്ക് അങ്ങനെയൊരു തീരുമാനം, അങ്ങനെയൊരു ചിന്ത, ആ ചിന്തയെ ന്യായാസനത്തിലിടുന്ന പീലാത്തോസിനോട് അറിയിച്ചുവെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ചിന്തയാണത്. നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എത്രയോ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അധപ്പതിച്ചു പോയി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. കാരണം നീതിയോടെ ജീവിക്കുവാൻ, വിശ്വസ്തയോടെ ജീവിക്കുവാൻ പ്രയാസകരമായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ തന്നെ വിശുദ്ധൻ്റെ കാര്യത്തിൽ, വിശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന, അപവാദങ്ങൾ പറയുന്ന, അതിനൊരു മടിയുമില്ലാത്ത, അതിനൊരു അതിർവരമ്പുകളുമില്ലാത്ത ഒരു ജനത്തെ, ഒരു സമൂഹത്തെ നമുക്ക് ചുറ്റിലും വീക്ഷിക്കുവാൻ കഴിയും.
പിലാത്തോസിൻ്റെ ഭാര്യ പിലാത്തോസിനോട് പറഞ്ഞ ഈ വാചകം കർത്താവിനെക്കുറിച്ചാണെങ്കിൽ പോലും നീതിമാനായ കർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടരുന്നത് അങ്ങനെ ഇടപെടുന്നത് യോഗ്യമല്ല. അവന് വിസ്തരിക്കരുത്. നീ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതല്ല സത്യം. ഈ ജനത്തിൻ്റെ ആരവാരങ്ങൾക്ക്, ഇംഗിതത്തിന് സഭയുടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ മതനേതാക്കന്മാർ ഉന്നയിക്കുന്നതല്ല ശരി. അവൻ നീതിമാനാണ് എന്ന് കർത്താവിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്ന പിലാത്തോസിൻ്റെ ഭാര്യ നമുക്ക് കാണാൻ കഴിയും. നീതിമാൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട അനേക ചരിത്രങ്ങൾ, തിരുവെഴുത്തുകൾ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. അവർക്ക് പിന്നീടുള്ള ഭവിഷ്യത്തുകൾ, പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ നീതിമാൻ്റെ കാര്യങ്ങളിൽ കൈകടത്തുന്ന, നീതിമാനെ അപമാനിക്കുവാൻ, കുറ്റം വിധിക്കുവാൻ, ശിക്ഷ വിധിക്കുവാൻ ഒക്കെ പ്രയത്നപ്പെടുന്നൊരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് പിലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് അന്ന് വിളിച്ചു പറഞ്ഞതുപോലെ ഇന്നും ഈ സമൂഹത്തോട് ഈ വാക്യം സദുച്ചരം ഘോഷിക്കുന്നത് നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. നീതിമാൻ്റെ കാര്യത്തിൽ തിരുവെടുത്ത് പഠിക്കുമ്പോൾ റോമാലേഖനം ഇങ്ങനെയാണെന്ന് വായിക്കുന്നത്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും നീതികേട് ചെയ്ത് ഭാവികളായിത്തീരുമ്പോൾ പാപത്തിന് പരിഹാരം വരുത്തി നീതീകരിച്ച, നീതിമാന്മാരാക്കി തീർത്തൊരു ദൈവത്തെക്കുറിച്ച് പൗലോസ് റോമാലേഖനത്തിൽ വിസ്തരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാം നീതിമാന്മാരായി ജനിച്ചവരല്ല, നാം പാപികളായിത്തീർന്ന നമ്മെ കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് വിശുദ്ധരും നീതിമാന്മാരുമാരും ആക്കി കർത്താവ് നമ്മെ തീർത്തതാണ്. നാം പൂർണ്ണരല്ലായിരുന്നു. കർത്താവിൻ്റെ മരണത്താൽ, അവൻ്റെ ക്രൂശിലെ മരണത്താൽ അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച നമുക്ക് കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മെ വിശുദ്ധരാക്കി കർത്താവ് നമ്മെ തീർക്കുകയും അനുദിനം നാം വിശുദ്ധീകരണം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിക്കുന്ന, നീതിമാന്മാരായി ജീവിക്കുന്ന, തൻ്റെ ഭക്തന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന, കൈകടത്തുന്ന പലരെയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. നീതിമാന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പ്രത്യക്ഷത്തിലോ പെട്ടെന്നോ കർത്താവ് പ്രതിക്രിയ നടത്താത്തത് കൊണ്ട് കാര്യം സാധിച്ചുപോയി, ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ എടുത്ത തീരുമാനമാണ് ശരി എന്നൊക്കെ വാദിക്കുന്നവരെ നമുക്ക് കണ്ടിരിക്കാം. സ്വയം ശോധന ചെയ്യാതെ, സ്വയം വിശുദ്ധീകരണം പ്രാപിക്കാതെ, സ്വയം തെറ്റുകളെ തിരുത്താതെ, മറ്റുള്ളവരുടെ തെറ്റുകളെ നേരെ കണ്ണു തുറന്നിരിക്കുന്ന, സ്വന്തം കണ്ണിൽ കോലിരിക്കെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീക്കുവാൻ തത്രപ്പെടുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെയുള്ള സമൂഹത്തോടും പിലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് വിളിച്ചു പറയാനും കഴിയുന്നൊരു വാക്യം:
ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇന്ന് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട, ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ച അഭിഷിക്തരുടെ കാര്യങ്ങളിൽ, ദൈവജനത്തിൻ്റെ കാര്യങ്ങളിൽ, നമ്മെ സംബന്ധിക്കാത്ത വിഷയങ്ങളിൽ നാം ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഈ തിരുവെഴുത്ത് ഈ പകൽ നിങ്ങളോട് സമ്പാദിക്കുന്നത് ആ നീതിമാൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. നീതിമാൻ്റെ കാര്യങ്ങളിൽ നാം ഇടപെട്ടാൽ അതിനുള്ള ഭവിഷ്യത്ത് ദൂരവ്യാപകമായിരിക്കുന്നു. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ, ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ജീവിതത്തെ ആ അധികാരം തനിക്ക് നഷ്ടപ്പെട്ടു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയവൻ തനിക്ക് ഏതു നേരവും കൈ കഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ മാറ്റപ്പെടുകയും മാനസികമായി തകർക്കപ്പെടുകയും തൻ്റെ അധികാരങ്ങളും പതിവുകളൊക്കെ നഷ്ടപ്പെട്ടൊരു മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ കടന്നു പോകുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഒരു നീതിമാൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശുഭമല്ല, ശുഭമായിരിക്കുകയില്ല എന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദേശം കേൾക്കുന്നതിൽ ആരെങ്കിലും കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ട് കർത്താവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട അഭിഷിക്തർക്കെതിരായി, ദൈവത്തിൻ്റെ മക്കൾക്കെതിരായി എന്തെങ്കിലും ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാനൊക്കെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, കൈകടത്തുന്നുണ്ടെങ്കിൽ, അതിനുള്ള ഒരുക്കങ്ങൾ വട്ടം കൂട്ടുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. തിരുവെടുത്ത് പറയുകയാണ്, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ദൈവം നമ്മെ ആക്കാത്ത വിഷയങ്ങളിൽ നാം ഇടപെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ കുറ്റം വിധിക്കുവാൻ, ആ വ്യക്തിയെ ശിക്ഷ വിധിക്കുവാൻ, അവനെ അപമാനിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടില്ല. കർത്താവ് നിങ്ങളെ അതിനായി നിയമിച്ചിട്ടില്ല. കർത്താവ് നിങ്ങളെ അതിനായി അനുവദിക്കുന്നില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടുവാൻ, അതിനുവേണ്ടി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിളിച്ചു വേർതിരിക്കപ്പെട്ട, ദൈവത്താൽ നിയമിതരായ തൻ്റെ മക്കൾക്കെതിരായി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ സോഷ്യൽ മീഡിയകൾ, ഇതര മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും, അത് വീഡിയോയായും എഴുതിയുമൊക്കെ
പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിൽ പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് പീലാത്തോസിനോട് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മോടും സമ്പാദിക്കുവാനുള്ളൊരു കാര്യം നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. പെടുന്നത് അത് യോഗ്യമല്ല, അത് നന്നായിരിക്കുകയില്ല, അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് എന്നുള്ള വസ്തുതകളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഇടപെടുന്ന കാര്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയാണ്, അത് കർത്താവ് അനുവദിക്കുന്നുണ്ടോ, കർത്താവ് എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് സ്വയം ശോധന ചെയ്യുവാൻ, സ്വയമായി ഒന്ന് വിലയിരുത്തുവാൻ, ഞാൻ നിമിത്തം കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നുണ്ടോ, അത് അപവാദത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നുവെങ്കിൽ അത് എത്രയോ ശ്രേഷ്ഠമായിരിക്കും. നീതിമാന്മാരുടെ കാര്യങ്ങളിൽ ഇടപെട്ട പലരും ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ തകർന്ന് നശിച്ചു പോകുന്നതായിട്ടൊക്കെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്കെതിരായി, ദാനിയേലിനെതിരായി നിയമങ്ങളൊക്കെ എഴുതി രാജമുദ്രം കൊണ്ട് മുദ്രയിടപ്പെട്ടിച്ച് അവൻ്റെ പ്രാർത്ഥനയിൽ അവനെ പിടിച്ച് അവൻ സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞവരെ പിന്നീട് അവരുടെ സിംഹങ്ങളുടെ ഗുഹയിൽ രാജാവ് ഇടാൻ കൽപ്പിക്കപ്പെടുമ്പോൾ ഗുഹയുടെ അടുത്തിട്ട് എത്തുന്നതിന് മുമ്പ് അവരുടെ അസ്ഥികളെ തകർക്കത്തക്കവണ്ണം സിംഹങ്ങൾ അവരെ ചീന്തിക്കളയുന്നതായിട്ടൊക്കെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഭക്തൻ്റെ കാര്യത്തിൽ ഇടപെട്ട, പ്രാർത്ഥിക്കുന്നവൻ്റെ കാര്യത്തിൽ ഇടപെട്ട അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൊർദെഖായിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ ഉദ്യോഗം ചെറുതായിരിക്കാം, അവൻ്റെ സ്ഥാനമാനങ്ങൾ ചെറുതായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് അവൻ്റെ വിഷയത്തിൽ ഇടപെട്ട ഹാമാനെ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭക്തൻ്റെ വിഷയത്തിൽ ഇടപെട്ട, അവനെതിരായി കരുക്കളൊരുക്കിയ, കഴിമരമൊരുക്കിയ ഹാമാൻ ആ കഴിമരത്തിൽ തന്നെ ഒടുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്ര സംഭവങ്ങൾ ഒക്കെ നമ്മെ വിരൽ ചൂണ്ടുന്നത് നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെട്ടവരൊക്കെ കാലാകാലങ്ങളിൽ ദൈവിക ഇടപെടലുകളുടെ മുമ്പിൽ അവർക്ക് നിൽക്കുവാൻ കഴിയാതെ നിലംപരിചയായി പോകുമ്പോൾ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന നമുക്കതൊരു ചൂണ്ടുപലകയായിട്ട്, ഒരു മുന്നറിയിപ്പായിട്ട് തിരുവെടുത്ത് ഈ പകലിലും നമ്മോട് സമ്പാദിക്കുകയാണ്. നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ദൈവം നീതീകരിച്ച വിശുദ്ധരുടെ കാര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിക്കുക, ക്ഷമ ചോദിക്കുക. കർത്താവ് അനുവദിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ പറയുകയില്ല, ഇടപെടുകയില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം വ്യക്തിപരമായി നമുക്കെടുക്കാം. അത് നമുക്കൊരു അനുഗ്രഹമാവും, അത് നമ്മുടെ തലമുറകൾക്കതൊരു അനുഗ്രഹമാവും. ദൈവം പറയാത്തതിനെ, ദൈവം അനുവാദിക്കാത്തതിനെ നാം ചെയ്യുവാൻ തൽപരരായി മുൻപോട്ട് വരുമ്പോൾ
ദൈവം അനുവദിക്കാത്ത തൻ്റെ ഭക്തന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിൽ യോഗ്യമല്ല, അത് അനുചിതമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഇടപെടുന്ന കാര്യങ്ങളെ സ്വയം ശോധന ചെയ്ത് നമ്മെ തന്നെ തിരുത്തുവാൻ, നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിപ്പാൻ നമുക്കിടയായിത്തീർന്നാൽ അത് നമുക്ക് അനുഗ്രഹമായി തീരും. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ളൊരു ക്രിസ്തു ജീവിതമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ, അനാവശ്യമായി ഇടപെടുന്നതിൽ ദുഃഖിതരാണെങ്കിൽ നാം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. യാക്കോബിന് വേണ്ടി ലാബാനോട് ഇടപെട്ടൊരു കർത്താവ് ഇന്ന് പകലിലും നമുക്ക് വേണ്ടി സമ്പാദിക്കുന്ന, ഇടപെടുന്ന, ഉത്തരം കൽപ്പിക്കുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വായിച്ച തിരുവെടുത്ത് പോലെ ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നീതിമാന്മാരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായി നിൽപ്പാൻ എൻ്റെ കൃപ നൽകണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളതിനായി ശക്തീകരിക്കണമേ, കൃപയിൽ പൊതിയണമേ, സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ കേട്ടനുസരിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.